പച്ചവേഷങ്ങളിൽ കഥകളി ആസ്വാദകരെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭ കലാമണ്ഡലം ഗോപി ആശാൻ. പ്രായം തന്നെ തളർത്തി തുടങ്ങിയെന്നാണ് ആശാൻ പറയുന്നത്. പഴയതുപോലെ ഇനി അരങ്ങിൽ വേഷങ്ങൾ പകർന്നാടാൻ കഴിയില്ല, അതുകൊണ്ട് നിർത്തുകയാണ്. കിരീടം വെച്ച വേഷമാണെങ്കിൽ ഉടുത്തുകെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉടുത്തുകെട്ട് കൊണ്ടുവന്നുണ്ട്. ഉടുത്തുകെട്ടും കൂടിയും വരുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലിന് ബലം നല്ലോണം വേണം, ഇല്ലെങ്കിൽ അത് അങ്ങേറ്റത്തെ വിഷമായി തീരും. അപ്പോൾ എനിക്കാണെങ്കിൽ കാലിനാണ് പ്രധാനമായിട്ടുള്ള കേട്. മനസ്സിന് നല്ല വിഷമമുണ്ട്, എങ്കിൽ പോലും ഈ കാര്യങ്ങളെ കൊണ്ട് ഞാൻ ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നു. മറ്റുള്ള ആസ്വാദകരെ വിഷമിപ്പിക്കാതിരിക്കാൻ, അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പഴയ മാതിരി ആവണില്ല എന്നൊക്കെ തോന്നിപ്പിക്കാതിരിക്കാൻ നമ്മളിപ്പോൾ വിട്ടു നിൽക്കുക നല്ലതെന്ന് മനസ്സിൽ തോന്നിയിട്ട് വിട്ടു നിന്നു. അത്ര തന്നെ ഉള്ളൂ. നിസ്വാർത്ഥമായ കലാജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ എന്നും ഓർത്തുവയ്ക്കുന്ന വേഷപ്പകർച്ചകളും അവർ നൽകിയ നല്ല വാക്കുകളുമാണ് എന്നും ഏറ്റവും വലിയ അംഗീകാരമായി ആശാൻ കണക്കാക്കുന്നത്. ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്, കഥകളിയിലത്തെ എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക്, ആസ്വാദകർക്ക്, കഥകളി കാണുന്നവർക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടം പച്ചവേഷമാണ്. ആ പച്ചവേഷത്തിൽ ഞാൻ അങ്ങേറ്റം അതിജീവിച്ചും കൊണ്ട് പോകുന്നത് ആസ്വാദകരുടെ ആ ഊർജ്ജം തരല, എനിക്ക് ഊർജ്ജം തരലാണ്, അതായത് പ്രോത്സാഹനം തരൽ. അപ്പോൾ അത് അവരിൽ നിന്ന് എനിക്ക് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. സിനിമയിലും എഴുത്തിലുമെല്ലാം തന്റേതായ മുദ്ര പതിപ്പിച്ച അദ്ദേഹം പുതുതലമുറയിലെ കഥകളി കലാകാരന്മാർക്കെല്ലാം വലിയ പ്രചോദനമാണ്. എനിക്ക് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല, പക്ഷേ സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പഠിച്ച് ആ കലയെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള ബഹുമാനവും സ്നേഹവും ആ ആത്മാർപ്പണവും നല്ല പോലെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. ഗോപി ആശാന്റെ പേരിൽ മികച്ച യുവ കലാകാരന്മാർക്കായി പുരസ്കാരം നൽകാൻ മക്കൾ തന്നെ മുൻകൈയെടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ആശാന്റെ പിറന്നാൾ ദിനത്തിൽ അത് സമ്മാനിക്കാനാണ് തീരുമാനം. അരങ്ങൊഴിഞ്ഞാലും അദ്ദേഹം പകർന്നാടിയ നളനും ഭീമനും കൃഷ്ണനുമെല്ലാം എന്നും വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.